അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 116. അപ്പു അവന്റെ റൂമിലായിരുന്നു. അവൻ ദേഷ്യം കൊണ്ട് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഛേ, എന്നാൽ ആ പീറപ്പെണ്ണിന് എത്ര അഹങ്കാരം ഉണ്ടായിട്ട് അവൾ എന്നോട് ഇത്തരത്തിൽ പെരുമാറുന്നേ. അവൻ ദേഷ്യത്തോടെ പിറുപിറുത്തു. ഇവളെയാണല്ലോ ഈ ജ്വാല നല്ലവളാണെന്ന് പറഞ്ഞ്. ഹാ, അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. താഴെ വെച്ചെന്നെ കണ്ടില്ലേ, അവളുടെ ഇങ്ങനെയുള്ള പെരുമാറ്റം കണ്ടിട്ടും ഏട്ടനും അമ്മയും അച്ഛനും പോലും ചിരിക്കല്ലേ ചെയ്തേ. അപ്പു പല്ല് കടിച്ചുകൊണ്ട് ബെഡ്ഷീറ്റിൽ മുറുകെ പിടിച്ചു. എല്ലാരും മയക്കിയെടുക്കാൻ ഏട്ടനെ അനിയത്തി കഴിഞ്ഞിട്ട് ആളുകളുള്ളൂ. ഇവളുടെ ഇതേ സ്വഭാവം തന്നെ ആ ചരണനും. അതുകൊണ്ടാണല്ലോ ഇത്രയും വൃത്തികെട്ട സ്വഭാവം അവനുണ്ടായിട്ടും ജ്വാലയ്ക്ക് അത് മനസ്സിലാവാഞ്ഞ്. അപ്പു സ്വയം പൊന്നൂനെ കുറിച്ച് ആലോചിച്ചു കൂട്ടുകയാണ്. എന്തായാലും അവള് താഴേന്ന് വെല്ലുവിളിച്ചതല്ലേ റൂമിലേക്ക് വരാന്ന്. എന്നിട്ട് എവിടെയാണാവോ? അവന്റെ ചുണ്ടുകൾ പുച്ഛത്താൽ കോടിപ്പോയി. ഡയലോഗ് അടിക്കാനും ആ ചരണിനെ പോലെ തന്നെ അവള്. വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഒന്ന് അടുത്ത് കിട്ടിയാ ഇവരുടെ സ്വഭാവം അറിയാൻ ചെയ്യാം. അപ്പുവിന് ചിരി വന്നു പോയി. അതുപോലെ ആയിരുന്നല്ലോ ചരൺ. അവൻ വലിയ എന്തോ ആണെന്ന് കാണിക്കലായിരുന്നു. അവസാനം ഏട്ടന്റെ അടുത്തുനിന്ന് അടി കിട്ടിയപ്പോ ഒന്ന് പ്രതികരിക്കാൻ പോലുള്ള ശേഷി അവനുണ്ടായിരുന്നില്ല. നാക്ക് മാത്രമേ ഉള്ളൂ ഈ ജന്തുക്കൾക്ക്. അപ്പു പറഞ്ഞുകൊണ്ട് വാർഡ്രോബിൽ നിന്നും ഒരു ടവലെടുത്ത് നേരെ ബാത്റൂമിലേക്ക് നടന്നു. ആ നാഗവല്ലിയൊന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴേ വന്നേനെ. താഴെ എല്ലാവരുടെ മുന്നിൽ നിന്നായതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാന്ന് കരുതി കാണും അവള്. പക്ഷെ എൻ്റെ അടുത്തേക്ക് തനിച്ച് വന്നാ ഇതാവില്ല നടക്കാന്ന് അവൾക്ക് മനസ്സിലായും കാണും. അവൻ പുച്ഛത്തോടെ പറഞ്ഞു. രണ്ട് പറയണമെന്നുണ്ടായിരുന്നു അവളോട്. അതുപോലെ ആയിരുന്നല്ലോ അവളുടെ ഡയലോഗ് അടി. അവനൊന്ന് നിശ്വസിച്ചു. എന്നാലും എന്തു കൊടുത്ത് മയക്കിയിട്ടാ അവളെന്റെ ഏട്ടനെ പോലും അവളുടെ ഭാഗത്തേക്കാക്കിയെന്ന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഏട്ടനിങ്ങനെ പെട്ടെന്നൊരാൾ അംഗീകരിക്കില്ല. അപ്പു ബാത്റൂമിലേക്ക് കയറി ഡോറടയ്ക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. ഇനിയിപ്പോ ഏട്ടനും ജ്വാലക്കുട്ടിയും പറയുന്നത് പോലെ അവള് പാവായിരിക്കോ? കാണുമ്പോഴുള്ള ഈ കുറുമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ളു ശുദ്ധാണോ? അപ്പു ആദ്യമായി അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കി. ചേച്ചേ, എന്റെ ആരവ്, നീ ഇതെന്തൊക്കെയാണ് ആലോചിച്ചു കൂട്ടുന്നേ? അവള് പാവോ ആ നാഗവല്ലി? അങ്ങനെ ചിന്തിച്ചതിൽ പോലും അവന് ദേഷ്യം തോന്നി. ആ കിച്ചുപ്പന്നയുടെ അതേ മുഖമായിട്ട് ഇറങ്ങിയ ആ പരട്ട പെണ്ണ് പാവെന്ന് പോലും ചിന്തിക്കാൻ പാടില്ലടാ അപ്പു. അവള് തറയാടാ. അല്ലെങ്കിൽ പിന്നെ അത്രയും പേര് അവിടെ ഉണ്ടെന്ന് പോലും ഓർക്കാതെ അവള് നിന്നോട് കൊണിഞ്ഞോണ്ട് വരുവോ? അപ്പു മിററിലേക്ക് നോക്കി സ്വയമേ ചോദിച്ചു. അതാ, എന്നാൽ അവൾക്ക് മുന്നിൽ വാടിച്ചു നിന്നതുപോലെ ആയില്ലേ. എനിക്ക് അവളോട് രണ്ട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ വീട്ടുകാരെങ്കിലും ഓർക്കണ്ടേ ഞാൻ? അപ്പു നിരാശയോടെ പറഞ്ഞു. ഇനിയിപ്പോ അവളെ എങ്ങനെ തനിച്ചു കിട്ടും? അങ്ങനെ എന്റെ മുന്നിൽ അവൾ വന്ന് പെടുന്ന ദിവസം അന്ന് അവളുടെ അവസാനമായിരിക്കും. അപ്പു വെറുപ്പോടെ പല്ലുകടിച്ചു പറഞ്ഞുകൊണ്ട് ഷവർ ഓൺ ചെയ്തു. തലയിലൂടെ തണുത്ത വെള്ളം ഒഴുകിയിറങ്ങിയിട്ടും അവളോടുള്ള ദേഷ്യം ഒരു തരി പോലും കുറയുന്നില്ല. അവന്റെ മനസ്സ് അപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. മോഹൻ കുളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയിരിക്കുകയാണ്. ചിത്തിര കഴിക്കാനുള്ളത് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അരുന്ധതി അംബികയും കൂടി സഹായത്തിന് ചെന്നിട്ടുണ്ട്. ജ്വാല അവിടെ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന് അവർക്ക് ഈ നേരം കൊണ്ട് തന്നെ മനസ്സിലായിരുന്നു. തറവാട്ടിലെ വേലക്കാരി ഇവിടുത്തെ മഹാറാണിയാണെന്ന് തങ്ങളുടെ തോന്നലല്ലെന്ന് അവര് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു. അതെ അഗ്നിയേട്ടാ, നിങ്ങളുടെ അനിയൻ പ്രശ്നക്കാരനാണോ? പൊന്നു അഗ്നിയുടെ അടുത്ത് സെറ്റിയിൽ വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. അവൻ അവളെ ചുണ്ടുകൂർപ്പിച്ചൊന്ന് നോക്കി. അവന്റെ ഒരു വശത്ത് ജ്വാല ഇരിക്കുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് സെറ്റിയിൽ ഫോണിൽ നോക്കിക്കൊണ്ട് സൗബിയുണ്ട്. പൊന്നുവിന്റെ ചോദ്യം കേട്ട് സൗബി ഫോണിൽ നിന്ന് മുഖമുയർത്തി അവളെ സംശയത്തോടെ നോക്കി. ഇങ്ങനെ നോക്കല്ല അഗ്നിയേട്ടാ, ഞാനെന്റെ സംശയമല്ലേ ചോദിച്ചുള്ളൂ. അഗ്നിയുടെ നോട്ടം കണ്ട് പൊന്നു ഇളിയോടെ പറഞ്ഞു. ജ്വാലയ്ക്ക് ചിരി വന്നു പോയി. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞൂടി നിന്റെ അരവേട്ട പാവാന്ന്, എന്നിട്ട് നീ അത് വിശ്വസിച്ചോ? ജ്വാല അവളോട് കുറുമ്പോടെ ചോദിച്ചു. അതെങ്ങനെ വിശ്വസിക്കാനാ? അന്ന് തറവാട്ടിൽ വെച്ച് നിന്റെ അരവേട്ടനോട് ഒന്നും പറയാതെയല്ലേ അങ്ങേരെന്നോട് തട്ടിക്കയറിയേ. ആ ആളെക്കുറിച്ച് മാസങ്ങളുടെ പരിചയം മാത്രമല്ല നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോടി? പൊന്നു വിശ്വസിച്ചു. എത്ര മാസങ്ങളുടെ പരിചയമാണെങ്കിലും അപ്പുവിന്റെ കാര്യത്തിൽ കുഞ്ഞിന് തെറ്റുപറ്റിയിട്ടില്ല പൊന്നു. എന്റെ അപ്പു അത്രയും പാവാ, അഗ്നി പറഞ്ഞു. പൊന്നു പുഞ്ചിരിച്ചു. സൗബിയുടെ മുഖവും ഒന്ന് വിടർന്നു പോയി. അവൾക്ക് അപ്പുവിനെ ഒന്ന് കാണാൻ തോന്നി. അന്ന് എന്നെ നോക്കി സൈറ്റ് അടിച്ചു പോയതിനു ശേഷം ഇന്ന് ആളെ ഒന്ന് കാണുന്നേ, ഒന്ന് തനിച്ച് സംസാരിക്കാൻ നല്ലോണം ആഗ്രഹമുണ്ട്. അവള് പെട്ടെന്ന് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. എല്ലാവരുടെയും നോട്ടം അവളിലേക്ക് മാത്രമായി. ഞാനിപ്പോ വരാം അഗ്നിയേട്ടാ, അരവേട്ടനൊന്ന് കാണട്ടെ. അതും പറഞ്ഞ് അവൾ സ്റ്റെയറിന്റെ അടുത്തേക്ക് നടന്നപ്പോൾ അഗ്നിയും ജ്വാലയും പൊന്നു അമ്പരന്ന് പോയി. ഇവളെന്തിനാ അങ്ങേരെ തനിച്ചുപോയി കാണുന്നേ? പൊന്നു നെറ്റിച്ചുളിച്ചു. പെട്ടെന്ന് അവൾക്ക് അന്ന് അപ്പു സൗബിയെ നോക്കി കണ്ണിറുക്കിയത് ഓർമ്മ വന്നുപോയി. ഇനി ഇവൾക്ക് എന്തെങ്കിലും ഇഷ്ടാണോ അയാളോട്? അതാണോ ഈ കാണിച്ചു കൂട്ടുന്നേ? അന്നെ അതുപോലെ പൂത്തലഞ്ഞാണല്ലോ നിന്നിരുന്നേ. പൊന്നു മനസ്സിൽ പറഞ്ഞു. ആ, എന്തോ ആവട്ടെ, എന്തായാലും ഞാനും അയാളും തമ്മിൽ സെറ്റാവില്ല. എനിക്ക് അയാളെയും അയാൾക്ക് എന്നെയും കണ്ണിന് നേരെ കണ്ടാ പിടിക്കില്ല. പിന്നെ എങ്ങനെ ഞാൻ അഗ്നിയേട്ടന്റെ ജ്വാലയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും? പൊന്നു നിശ്വസിച്ചു പോയി. തമാശക്കാണെങ്കിലും ജ്വാല അഗ്നിയേട്ടനും പറയാറുണ്ട് അപ്പൂനെ കെട്ടിക്കോടിന്ന്. പക്ഷെ ആ മരപ്പെട്ടിയെ ഞാൻ എങ്ങനെ?
ഓർത്തതും അവൾക്ക് തലപെരുത്തുപോയി. അവള് വീണ്ടും സൗബിയെ നോക്കി. നീ എന്തിനാ അവനെ കാണാൻ പോകുന്നേ? അഗ്നി സൗബിയോട് സംശയത്തോടെ ചോദിച്ചു. അവൾ അവനെ തിരിഞ്ഞു നോക്കി. അത് ഞാൻ. സൗബി പരിഭ്രമിച്ചു പോയി. ചോദിച്ചത് കേട്ടില്ലേ സൗപർണിക? നീ എന്തിനാ അപ്പുനെ കാണാൻ പോകുന്നേന്ന്? അഗ്നിയുടെ സ്വരം ഗൗരവത്തിലായി. സൗബി ഞെട്ടി. വെറുതെ. അവളുടെ സ്വരം വിറച്ചു. വെറുതെ ആണെങ്കിൽ അവന്റെ റൂമിലേക്ക് പോണ്ട. അവൻ ഫ്രഷ് ആവാൻ പോയതാ. അർജന്റ് കാര്യമൊന്നല്ലല്ലോ നിനക്ക് അവനോട് പറയാനുള്ളേ. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നോളും. അഗ്നി തീർത്തു പറഞ്ഞു. സൗബിയുടെ മുഖം വിളറിപ്പോയി. പൊന്നൂൻ അത് കണ്ട് ചിരി പൊട്ടി. അങ്ങനെ വേണം, അല്ല പിന്നെ. അവള് പിറുപിറുത്തു. സൗബിക്ക് അപമാനം പോലെയാണ് തോന്നിയത്. അവൾക്ക് അഗ്നിയോട് വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി. അവള് കണ്ണുകൾ നിറച്ച് പെട്ടെന്ന് കിച്ചണിലേക്ക് പാഞ്ഞു. അത് കണ്ട് പൊന്നു പൊട്ടിച്ചിരിച്ചുപോയി. നീ എന്തിനാടി ചിരിക്കുന്നേ? അഗ്നി പൊന്നൂന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആ അഗ്നിയേട്ട, വിട് വിട്. അവള് ചിണുങ്ങി. അഗ്നി അവളുടെ ചെവിയിൽ നിന്നും പിടിവിട്ടു. പൊന്നു അവനെ കൂർപ്പിച്ചു നോക്കി. പക്ഷേ അഗ്നിക്ക് കൂസലൊന്നുമില്ല. നിന്റെ കെട്ടിയോൻ എന്ത് ദുഷ്ടനാടി? ഇങ്ങനെ നിന്റെ ചെവിക്ക് എപ്പോഴും ഇങ്ങനെ പിടിക്കുവോ? പൊന്നു അവളുടെ ചെവി ഒഴിഞ്ഞുകൊണ്ട് ജ്വാലയോട് ചോദിച്ചു. അവള് കുറുമ്പോടെ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി. ഒരു നിമിഷം അവന്റെ നോട്ടവും അവളിൽ തന്നെയായിരുന്നു. ഇന്നെന്റെ ദേവേട്ടനൊന്നും ചെയ്യില്ല. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അഗ്നി ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അച്ചോ, മക്കള് റൊമാൻസിക്കാൻ പോവാണോ? ആ നടക്കട്ടെ. ഞാൻ ആ സൗബി ചാടിത്തുള്ളി അപ്പേട്ടന്റെ റൂമിലേക്ക് പോകുന്നത് അഗ്നിയുടെ തടഞ്ഞത് കണ്ട് ചിരിച്ചതാണേ. അതും പറഞ്ഞ് പൊന്നു സ്റ്റെയറിന്റെ അടുത്തേക്ക് നടന്നു. നീ ഇതെങ്ങോട്ടാ? ജ്വാല ചോദിച്ചു. ഞാൻ എന്റെ അപ്പേട്ടനെ കാണാൻ. പൊന്നു ഇല്ലാത്ത നാണത്തോടെ പറഞ്ഞു. ജ്വാല അവളെ വാപ്പൊളിച്ചു നോക്കി. എന്തിന്? ഞാൻ സൗപർണികയോട് പറഞ്ഞതേ എനിക്ക് നിന്നോടും പറയാനുള്ളൂ. അവൻ ഇങ്ങോട്ട് വന്നോളും. അവിടെ പോയി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ്ട. തടയാൻ ഞങ്ങൾ ഉണ്ടാവില്ല അവിടെ. അഗ്നി പൊന്നുവിന്റെ കുറുമ്പ് പിടിച്ച മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. ഈ പൊന്നു അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. അതിന് സൗബിയെ പോലാണോ ഞാനിവിടുത്തെ മരുമകളാകേണ്ടവളല്ലേ? അപ്പൊ എനിക്ക് എന്റെ അപ്പന്റെ റൂമിലേക്ക് പോവാ. ഒന്നുമില്ലെങ്കിലും നേരത്തെ ഞാൻ എല്ലാവർക്കും മുന്നിൽ വെച്ച് വീറോടെ പറഞ്ഞതല്ലേ റൂമിലേക്ക് വരാന്ന്. ഇനി ചെന്നില്ലെങ്കിൽ ആ മരപ്പെട്ടി കരുതും ഈ ചൈതന്യ ഒരു ഭീരുവാന്ന്. പാടില്ല അഗ്നിയേട്ടാ, പാടില്ല. അങ്ങേർക്ക് അങ്ങനെ തോന്നാനേ പാടില്ല. അതുകൊണ്ട് മോൾ ഇപ്പൊ വരാ. അതും പറഞ്ഞ് ചാടിത്തുള്ളി അവള് മുകളിലേക്ക് ഓടി. ഈ പോക്ക് നല്ലതിനല്ല. പൊന്നു ഇങ്ങോട്ട് വന്നേ, തമാശ കളിക്കല്ലേ. അഗ്നി വിളിച്ചു പറഞ്ഞു. പക്ഷേ അവളത് കേൾക്കാതെ അപ്പോഴേക്കും മുകളിലെത്തിയിരുന്നു. അഗ്നി ഒന്ന് നിശ്വസിച്ചു പോയി. ഈ കുട്ടി ഇത് എന്ത് ഭാവിച്ച? അപ്പുവിന്റെ സ്വഭാവത്തിന് അവൾക്കിന്ന് കണക്കിന് കിട്ടും കുഞ്ഞ. അല്ലെങ്കിൽ അവൻ അവളെ ഇഷ്ടമല്ല. അഗ്നി ദയനീയമായ മുഖത്തോടെ ജ്വാലയോട് പറഞ്ഞു. ഏയ് ആരവേട്ട പാവാ, ഒന്നും ഉണ്ടാവില്ല ദേവേട്ട. ജ്വാലയ്ക്ക് ഉറപ്പാണ്. ഓ നോക്കാം. അഗ്നി പറഞ്ഞതും ജ്വാല ചിരിച്ചു. നേരത്തെ ജ്വാലയ്ക്കൊപ്പം മുകളിലേക്ക് വന്നതുകൊണ്ട് തന്നെ അപ്പുവിന്റെ റൂം പൊന്നു പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. അവൻ ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല. പൊന്നു അടഞ്ഞു കിടക്കുന്ന ആ ഡോറ് പതിയെ തുറന്ന് അകത്തേക്ക് കയറി. എന്തിനോ അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നുപോയി. എന്റെ കൃഷ്ണ, അഗ്നിയേട്ടനോട് വലിയ ഡയലോഗൊക്കെ അടിച്ചതുപോലെയല്ല. ഈ നെഞ്ചിങ്ങനെ ഇടിച്ചു പൊട്ടുമല്ലോ ഇപ്പോ. അങ്ങേരെന്നെ അടിക്കൂ ഇനി. ഡോർ ഏതോ ഒരു ധൈര്യത്തിൽ അകത്തേക്ക് കുറ്റിയിട്ട് വാതിലിൽ ചാരി നിന്നുകൊണ്ട് അവൾ ആലോചിച്ചു. ഏയ് അങ്ങനൊന്നും ഇല്ലായിരിക്കും. ഇത് ഞാൻ വെറൊരു ഭീരുവല്ലാന്ന് അയാൾ അറിയിക്കാൻ വേണ്ടിയല്ലേ. അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. അവള് പറഞ്ഞു. കണ്ണുകൾ ചുറ്റും പാഞ്ഞു. എവിടെ പോയി? ഇയാളുടെ കുളി നീ കഴിഞ്ഞില്ലേ? പൊന്നു ആലോചനയോടെ റൂം മൊത്തം ഒന്ന് കണ്ണോടിച്ചു. നല്ല നീറ്റായി സൂക്ഷിച്ചിട്ടുണ്ട് റൂമെല്ലാം. അത് കണ്ടതും അവളുടെ മുഖം വിടർന്നു പോയി. ഇതിനൊക്കെ എന്റെ റൂം. ഒരു തവണ എന്റെ റൂമിലേക്ക് വന്നാൽ പിന്നെ അടുത്തൊരു തവണ കൂടി ആരും അങ്ങോട്ട് വരില്ല. അതുപോലെയല്ലേ എന്റെ റൂമിന്റെ അവസ്ഥ. പൊന്നു ഒന്ന് നിശ്വസിച്ചു. കണ്ണുകൾ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന അപ്പൂന്റെ ഒരു വലിയ ഫോട്ടോയിലേക്ക് പോയി. മുഖം ഒരു സൈഡ് കാണിച്ച് പുഞ്ചിരിയോടെയുള്ള അപ്പൂന്റെ മുഖം. അഗ്നിയുടെ റൂമിൽ അഗ്നിയുടെ ഇതുപോലൊരു ഫോട്ടോ ഉണ്ട് എന്നവൾ ഓർത്തു. അവൾ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിന്നുപോയി. എന്തോ അവന്റെ മുഖത്ത് എവിടെയോ ഒരു നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആ മുഖത്തേക്ക് തന്നെ ഉറച്ചുപോയി പൊന്നൂന്റെ കണ്ണുകൾ. ആ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. പറഞ്ഞിട്ടെന്താ കാര്യം? സ്വഭാവം വെട്ടുപോത്തിന്റെയാ. അവൾ ചിരിയോടെ പറഞ്ഞു. പെട്ടെന്ന് ബാത്റൂം ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവളുടെ കണ്ണുകൾ അങ്ങോട്ട് പോയി. ഒരു ടവല് മാത്രം ഉടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അപ്പൂനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവളുടെ കണ്ണുകൾ അവന്റെ നഗ്നമായ നെഞ്ചിലൂടെ അലഞ്ഞു. വിറയലോടെ അവൾ അവനീന്ന് നോട്ടം മാറ്റി. പുറത്തേക്ക് ഇറങ്ങി പോകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കാലുകൾ ചലിക്കാത്ത അവസ്ഥ. ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. അപ്പു പതിയെ നടന്ന് ബെഡിൽ നിന്നും അവന്റെ ട്രൗസർ കയ്യിലെടുത്തു. മിററിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പതിയെ അവനിൽ നിന്നും അവന്റെ ദേഹത്ത് ആകെയുണ്ടായിരുന്ന ടവൽ അഴിച്ചുമാറ്റി. പൊന്നു ഞെട്ടി. അവൾ ഡോറിൽ ചാരി നിൽക്കുന്നതുകൊണ്ട് തന്നെ മിററിലൂടെ പോലും അവളെ കാണുന്നില്ലായിരുന്നു. ഡോർ അടച്ചിട്ടുണ്ടെന്ന ഓർമ്മയാണ് അപ്പൂന്. അവൻ ടവല് പൂർണ്ണമായും അഴിച്ചുമാറ്റി അത് നിലത്തേക്കിട്ടു. പൊന്നു അവന്റെ നഗ്നമായ പുറംഭാഗം മുഴുവനായും കണ്ടതും ഞെട്ടിപ്പോയി. അടുത്ത നിമിഷം അവൾ അലറി. അപ്പു ഞെട്ടി. അതേ ഞെട്ടലോടെ അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ തന്നെ നോക്കി അന്തം വിട്ട് നിൽക്കുന്ന പൊന്നൂനെ കണ്ട് അപ്പു ഞെട്ടിപ്പോയി.
പക്ഷെ ആ സമയം താൻ പൂർണ്ണ നഗ്നനാണെന്ന കാര്യം പാവം അപ്പു മറന്നുപോയിരുന്നു. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞതും പൊന്നൂന്റെ കണ്ണുകൾ അവന്റെ വയറും കടന്ന് താഴേക്ക് പോയി. അവിടേക്ക് നോക്കിയതും അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് ഉറക്കെ അലറിപ്പോയി. അപ്പു പകപ്പോടെ അവന്റെ ശരീരത്തിലേക്ക് നോക്കി. ശരീരത്തിൽ ഒരു വസ്ത്രം പോലും ഇല്ലാതെ നിൽക്കുന്ന അവനെ സ്വയം കണ്ട അപ്പുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥ. പൊന്നു വീണ്ടും കണ്ണുകൾ തുറന്നു. കണ്ണുകൾ വീണ്ടും താഴേക്ക് തന്നെയാണ് പോയത്. അവള് വീണ്ടും അലറിപ്പോയി. അടുത്ത നിമിഷം അപ്പു അവൾക്കടുത്തേക്ക് ഓടിപ്പോയി അവളുടെ വാ പൊത്തിപ്പിടിച്ചു. പെട്ടെന്നുള്ള പകപ്പിൽ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. പൊന്നു അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പു ആകെ വല്ലായ്മയോടെ അവളെ നോക്കി. തുടരും.